ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കേൾക്കുന്നതല്ല കേട്ടോ, ഒരു ഹാമ്പറാണ്. ഹാമ്പർ എന്ന് പറയുമ്പോൾ ഒരു 1 മന്ത് മുന്നേ തന്നെ ഓർഡറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരാകെ എന്തൊക്കെ വേണം എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടേ ഉള്ളൂ. ബാക്കിയെല്ലാം എൻ്റെ ഇതിൽ ചെയ്തുകൊണ്ടാൽ മതി, എങ്ങനെ എത്ര നന്നാക്കാൻ പറ്റും അത്രയും നന്നാക്കി കൊടുക്കാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും 1-2 സാധനങ്ങൾ കൂടി അഡീഷണൽ കയറി വന്നിട്ടുണ്ടായിരുന്നു, ആ പറഞ്ഞതിൽ നിന്ന് മാറിയിട്ട്. ഞാനിതിന് വേണ്ടിയിട്ട് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത്, എല്ലാം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും മെജോറിറ്റി സാധനങ്ങൾ വാങ്ങിയിരിക്കുന്ന കേക്ക് സ്പെയറിൽ നിന്നാണ്. ഇത് മൊബൈൽ ഫോൺ വെക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് എടുപ്പിച്ചൊരു സാധനമായിരുന്നു. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. മുകളിൽ കുറച്ച് കട്ടിയുള്ള നല്ലൊരു ബോക്സ് ആയിരുന്നു. ആക്രിലിക്കിൻ്റെ ആണ്. താഴെ വന്നിട്ട് ഒരു വെൽവെറ്റിൻ്റെ ഒക്കെ ആ ഒരു ഡിസൈനിൽ വന്നതായിരുന്നു. അപ്പോൾ ഞാനിവിടെ ബ്ലാക്കിലും അതുപോലെ തന്നെ ഗോൾഡും തീം വരുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ വന്നിട്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് കൂടുതലും ഒരിടത്തു നിന്ന് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരിടത്തു നിന്ന് വാങ്ങുമ്പോൾ അപ്പോഴപ്പോഴായിട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പോവാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കുറയ്ക്കാം. അത് മാത്രമല്ല, എല്ലാം കൂടി ഒരേ ഡിസൈനിൽ അല്ലെങ്കിൽ ഒരുപോലുള്ള സാധനങ്ങൾ ഒരിടത്തു നിന്ന് തന്നെ എടുക്കാൻ പറ്റും. ഇതിപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചാൽ, എനിക്ക് കുറച്ച് അവിടെ നിന്ന് എടുക്കേണ്ടി വന്നു. കുറച്ച് ഓൺലൈനായിട്ടും കുറച്ച് ഞാൻ എൻ്റെ വീടിനടുത്തുള്ള തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഓൺലൈനിൽ വാങ്ങിയപ്പോഴത്തേക്കും അത്യാവശ്യം റേറ്റ് വലിയ കുഴപ്പമില്ല, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു റേറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അടുത്തുനിന്ന് വാങ്ങിയപ്പോഴത്തേക്കും കാര്യം അയച്ചതിൽ ചില സാധനങ്ങൾ വിട്ടുപോയതിൽ വന്നൊരു ബുദ്ധിമുട്ടായിരുന്നു അത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്ക് വാങ്ങേണ്ടി വരുമല്ലോ. അപ്പോൾ ഞാൻ പുറത്തുനിന്ന്, അതായത് വീട്ടിനടുത്തു നിന്നുള്ളൊരു ഷോപ്പുണ്ട്, അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയപ്പോഴത്തേക്കും രണ്ടും തമ്മിൽ നല്ല വിലയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇത് വന്നിട്ട് ഒരു 100-ന് താഴേക്കുള്ളൂ കേട്ടോ ഈ ഒരു ബോക്സ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൽ ഞാൻ മേക്കപ്പ് സാധനങ്ങളൊക്കെയാണ് വെച്ചത്. അപ്പോൾ അടിയിൽ കുറച്ച് ഹൈറ്റിന് നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെ തെർമോക്കോൾ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് ഡബിൾ സ്റ്റൈഡ് സ്റ്റിക്കർ വെച്ചിട്ടാണ് ഈ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ബാഗ് പോലെ നല്ല ഭംഗിയായിരുന്നു. ഇതൊരു സെറ്റ് റഫല്ലോ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വാങ്ങിയതായിരുന്നു. ട്രിവാൻഡ്രത്ത് ഒരു ഷോപ്പിൽ നിന്ന് ഏതാണ്ട് 1000 രൂപയ്ക്ക് താഴെയായിരുന്നു ഇത് നിന്നത്. എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണാൻ പറ്റിയില്ല. ഇത്രയും ഒരൊറ്റ സെറ്റായിട്ടായിരുന്നു വാങ്ങിയിരുന്നത്. അതും ഇതുപോലെ തെർമോക്കോളൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ, നമ്മൾ വിലയിടുക എന്ന് പറയുമ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങളുടെ റേറ്റോട് കൂടി അത് വാങ്ങാൻ വേണ്ടി നമുക്ക് ചിലവായിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ കൊറിയർ ചാർജ് ഉണ്ടാവും. നമ്മൾ വാങ്ങിയ സാധനങ്ങളുടെ കൂടെ തന്നെ നമ്മളുടെ വർക്കിംഗ് ചാർജ് കൂടി ഇട്ടിട്ടാണ് ഇതിൻ്റെ റേറ്റ് ഞാൻ സെറ്റാക്കുന്നത്. ഈ കാണുന്ന ഫ്ലവർ, അതായത് ഒരു ബഞ്ച് എന്ന് പറയുമ്പോൾ ചില ഫ്ലവേഴ്സ് 200-ന് എബോ ഉണ്ടാവും. ചിലതെന്ന് പറയുമ്പോൾ ആ കാണുന്ന വൈറ്റ് കളർ ശരിക്കും പറഞ്ഞാൽ അത് ഒരു ഫ്ലവറിനാണ് 5 രൂപയോളം ഉണ്ടായിരുന്നു. ഒരൊറ്റ ഫ്ലവറിനാണ് 5 രൂപയോളം, 5 7 ആ ഒരു റേറ്റിലുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത്രയും ഫ്ലവർ വാങ്ങിയിട്ട് പോലും തികയാതെ വന്നു. പിന്നെ ഞാൻ അവസാനം വീണ്ടും രണ്ടാമത് വാങ്ങി. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഏകദേശം ഒരു ധാരണ അതിൽ നമ്മൾ ചെയ്യുക. കാര്യം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് വീണ്ടും സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കുന്നൊരു ബഡ്ജറ്റിൽ നമ്മുടെ കയ്യിൽ നിൽക്കണമെന്നില്ല, അങ്ങനൊരു പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ ചെയ്യുമ്പോൾ നമുക്ക് വാങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓൺലൈൻ ആണെങ്കിലും നമ്മൾ ഒന്നുകൂടി അതൊന്ന് തീർച്ചപ്പെടുത്തുക. എല്ലാ സാധനങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ എല്ലാം ഓക്കെ ആണോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രം നമ്മൾ സാധനങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ബില്ല് കറക്റ്റായിട്ട് വാങ്ങിക്കുക. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിലൂടെ നമുക്ക് വേറെ എന്തെങ്കിലും സാധനങ്ങളോടെയൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതല്ലാതെ എല്ലാത്തിൻ്റെയും ബില്ല് വെച്ചേക്കുക. അവസാനം ടോട്ടൽ ഇതിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ എത്ര രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നോക്കി അതിൽ നമുക്ക് പോയി വാങ്ങുന്നതാണോ കൊറിയറാണോ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു എമൗണ്ടും ചേർത്ത് ടോട്ടൽ നമ്മൾ എത്ര സമയം അത് ചെയ്യാനായിട്ട് എടുത്തു. അത് വർക്കിംഗ് ചാർജ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്, നമുക്ക് എത്ര രൂപ എടുക്കുക എന്നുള്ളത്. എന്താ പറയുക, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത് മാത്രം എടുക്കുക. ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, കൂടെ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ.